മനുഷ്യജീവി തന്നെയോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയുടെ മുഖത്തേൽപ്പിച്ച മർദ്ദനത്തിന്റെ തിണർത്തു പൊങ്ങിയ പാടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന സംഭവത്തിൽ 3 ദിവസത്തോളം നീണ്ട ഒളിവാസത്തിനൊടുവിൽ ഇന്നലെ സന്ധ്യയോടെ അഡ്വക്കേറ്റ് ബേലിൻദാസ് എന്ന മർദ്ദകവീരനെ പോലീസിന് പിടികൂടാനായത് ആശ്വാസം. അതുവരെയുള്ള സമയമത്രയും ഇയാൾ ബാർ അസോസിയേഷന്റെ സംരക്ഷണയിലായിരുന്നു എന്നാണ് വിവരം. മർദ്ദനമേറ്റ JV ഷാമിലി പരാതിയിൽ ഉറച്ചു നിൽക്കുകയും സംഭവം വാർത്താ പ്രാധാന്യം നേടുകയും പിന്നാലെ മന്ത്രി P രാജീവ് ഉൾപ്പെടെ ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷാമിലിയുടെ നേർക്കുള്ള ഈ സീനിയർ ആക്രമണം പുറം ലോകം അറിയില്ലായിരുന്നു. ഇടിമുറികളെ പോലും വെല്ലുന്ന വിധത്തിലാണ് പല സീനിയർ അഭിഭാഷകരുടെയും ഓഫീസുകളിൽ ജൂനിയർമാരോടുള്ള മനോഭാവവും പെരുമാറ്റവും എന്ന് നേരത്തെ തന്നെ പരാതികളുമുണ്ട്. അഭിഭാഷക രംഗത്തു തന്നെ തുടരേണ്ടതുണ്ടല്ലോ എന്ന് കരുതി സീനിയേഴ്സിനെയും അസോസിയേഷനെയും പേടിച്ച് ജൂനിയർമാർ അധിക്ഷേപവും വേദനയും മാനസികാഘാതവും ഒക്കെ പലപ്പോഴും ഉള്ളിൽ അടക്കിപ്പിടിക്കുകയുള്ളൂ. വഞ്ചിയൂരിലെ മർദ്ദന വിവാദമായതോടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അഡ്വക്കേറ്റ് ബേലിൻദാസിനെതിരെ അച്ചടക്ക നടപടിക്ക് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ശുപാർശ ചെയ്യുകയും ബാർ കൗൺസിൽ ഇയാൾക്ക് കോടതികളിൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. വനിതാ കമ്മീഷനും കേസെടുത്തു. നിയമമേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ സർക്കാർ ജൂനിയർ അഭിഭാഷകയ്ക്കും ഒപ്പമാണെന്ന് മന്ത്രി P രാജീവ് കഴിഞ്ഞ ദിവസം അവരെ നേരിട്ട് കണ്ട് അറിയിച്ചിരുന്നു. പറഞ്ഞാൽ പോരാ, നീതി ലഭിക്കും വരെ പോലീസും സർക്കാരും പരാതിക്കാരിക്കൊപ്പം തന്നെ ഉണ്ടാകണം. അഡ്വക്കേറ്റ് ബേലിൻദാസിന് മാതൃകാപരമായ അച്ചടക്ക നടപടിയും ശിക്ഷയും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം. നിലം വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന മോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് സീനിയർ അഭിഭാഷകൻ യുവ അഭിഭാഷകയെ മർദ്ദിച്ചത് എന്നാണ് തുടക്കത്തിൽ പുറത്തുവന്ന വിവരമെങ്കിലും കൈകൊണ്ടുള്ള മർദ്ദനമെന്നാണ് പിന്നീട് ഷാമിലി മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ വെറും കൈകൊണ്ട് അടിച്ചാലേൽക്കുന്ന തരത്തിലുള്ള പരിക്കിന്റെയും ചതവുകളുടെയും പാടുകളാണോ യുവതിയുടെ കവിളത്ത് കാണുന്നത് എന്ന് ആർക്കും സംശയം തോന്നും. കയ്യിൽ മറ്റെന്ത് അന്യവസ്തു ഉണ്ടായിരുന്നുവെങ്കിലും അത് അപകടം വരുത്തുന്ന ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം തന്നെയാണ്. ജാമ്യമില്ലാ വകുപ്പിൽ വരുമത്. നേരത്തെ വ്യോമസേനയിലായിരുന്ന അഡ്വക്കേറ്റ് ബേലിൻദാസിന്റെ കൈകൾ അതുകൊണ്ട് തന്നെ പരുക്കനായതായാണ് ഇത്ര കടുത്ത പരിക്കിന് കാരണമെന്ന് പരാതിക്കാരി വിശദീകരിക്കുന്നുമുണ്ട്. എങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി അക്കാര്യത്തിലെ നിജസ്ഥിതി കൂടി പോലീസ് തിരക്കേണ്ടതുണ്ട്. തുച്ഛമായ പ്രതിഫലം മാത്രമുള്ള ജൂനിയർ അഭിഭാഷകരെ കൊണ്ട് വീട്ടുജോലികൾ പോലും ചെയ്യിപ്പിക്കുന്ന സീനിയേഴ്സിന്റെ കാടത്തം ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതൊന്നും കള്ളമല്ലെന്ന് പല ജൂനിയർ അഭിഭാഷകരും രഹസ്യമായി സമ്മതിക്കും. പരിശീലനത്തിനും പ്രൊഫഷണൽ പരിചയത്തിനുമായി സീനിയേഴ്സിനു കീഴിൽ ജോലി ചെയ്യുന്ന ജൂനിയർ അഭിഭാഷകർ അടിമപ്പണിക്കാരല്ല. സീനിയർ അഭിഭാഷകർ ആ പ്രൊഫഷണലെ പരിചയസമ്പന്നരാകാമെന്നല്ലാതെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രത്യേക പരിഗണനകൾക്ക് അർഹരുമല്ല. ഇപ്പോൾ ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് ബേലിൻദാസ് ഇതേ ജൂനിയർ അഭിഭാഷക ഗർഭിണിയായിരുന്ന വേളയിലും പെട്ടെന്ന് പ്രകോപിതനായി ഇതുപോലെ മർദ്ദിച്ചിട്ടുണ്ടത്രേ. അന്ന് മറ്റാരും കാണാതിരുന്നതുകൊണ്ടാണ് പരാതിപ്പെടാതിരുന്നത് എന്നാണ് ഷാമിലി പറയുന്നത്. ഇത്തരം മർദ്ദനങ്ങളാണ് പിന്നീട് ക്രൂരമായ മുറകൾക്ക് സീനിയേഴ്സിന് ധൈര്യം പകരുന്നത്. എന്തായാലും അഭിഭാഷക ഓഫീസുകളിൽ സീനിയർ ജൂനിയർ ബന്ധത്തിന് പ്രത്യേക പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്താൻ ബാർ കൗൺസിൽ തയ്യാറാകണം. അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബേലിൻദാസിന് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ പഴുതുകളില്ലാതെ വകുപ്പുകൾ പോലീസ് ചുമത്തുകയും വേണം.